സൂചിപ്പിച്ചതുപോലെ നമ്മെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന വാത്സല്യ അമ്മച്ചിയുടെ മൂത്ത മകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് വർഗീസ്, കർത്താവിൻ്റെ ദാസനും ഞാനും ഏകദേശം കഴിഞ്ഞ 15-ൽ പരം വർഷങ്ങളായി എബനേസർ ബൈബിൾ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് വചനം പഠിപ്പിക്കുക മാത്രമല്ല, ഒരേ സെമിനാരിയിൽ 1996 മുതൽ 99 വരെയുള്ള സമയങ്ങൾ ഗോസ്പൽ ഫോർ ഏഷ്യ ബിബ്ലിക്കൽ സെമിനാരിയിൽ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന് പറയുന്ന കോഴ്സ് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. ഈ വാത്സല്യ മാതാവ് രോഗിയായി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ച സമയം മുതൽ പ്രിയ അമ്മച്ചിക്ക് വേണ്ടി ഹൃദയംഗമായി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം തന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാതാവ് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഞാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് വർഗീസും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു ഭവനത്തിലേക്ക് വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നത്. അപ്പോൾ ഈ ആക്സിഡൻ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, സാറേ സൂക്ഷിച്ചു പോകണം, എനിക്കറിയാം അമ്മയുടെ ശാരീരിക പ്രയാസത്തിൽ സാറിന് നല്ല മാനസിക വേദനയുണ്ട്. കാരണം അദ്ദേഹം കണ്ടമാനം ടെൻസ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് പറഞ്ഞത്, ഇന്നത്തെ ഒരു കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം എല്ലാം ആയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം, നേടണം, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള വെപ്രാളത്തിൽ മനുഷ്യൻ ഓടുമ്പോൾ മാതാപിതാക്കളെയും നമുക്ക് കടപ്പാടും കടമകളുള്ളവരെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്നത്തെ ലോകം. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രായമുള്ള പ്രിയപ്പെട്ടവരെ മക്കൾ അവഗണിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് വർഗീസിനും തൻ്റെ കുടുംബത്തിനും ഈ മാതാവിനോടുള്ള കടമകളെ നിറവേറ്റുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മിടുക്ക് തെളിയിക്കുന്നത് താൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വലിയ മാളികകൾ പണിയുന്നത് കൊണ്ടോ, ചലിക്കുന്ന കൊട്ടാരം അല്ലെ മുന്തിയ വാഹനം മേടിക്കുന്നത് കൊണ്ടോ, മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് വിദേശ രാജ്യത്ത് അവരെ നല്ല നിലയിൽ സെറ്റിൽ ചെയ്യിക്കുന്നു ഒന്നുമല്ല ഒരുവന്റെ കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് താൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നതെന്നും ആ തന്നെ ഈ ഭൂമിയിൽ ആക്കിയ നിയോഗിച്ച ആ ദൈവത്തെ തിരിച്ചറിയുവാൻ ഒരു മനുഷ്യന് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ വാത്സല്യ മാതാവിനെ കണ്ട ആളുകളെല്ലാം പറഞ്ഞത്, തൻ്റെ ജീവിതത്തിൻ്റെ സമാപന മിനിറ്റിൽ ഇനി അധികം സമയം തനിക്കില്ലെന്ന് വ്യക്തമായ ബോധ്യമുള്ളപ്പോഴും അല്പം പോലും ചഞ്ചലിപ്പില്ലാതെ, അല്പം പോലും നിരാശയില്ലാതെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് നല്ലൊരു സമാപനം പ്രിയ അമ്മച്ചി ലഭിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം സമയത്തിന്റെ പരിമിതി ഉണ്ട്. ഞാൻ വാക്കുകളുടെ വിരാമം കൊടുക്കുന്നു. ഒരു ദൈവ പൈതലെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അമ്മച്ചിക്ക് കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തൻ്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തുവാനും കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങളെ കൊണ്ട് സുവിശേഷങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ 4 സുവിശേഷകന്മാരും ഒരുപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം, അത് യേശുവിൻ്റെ ക്രൂശാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം
യേശു ചെയ്ത അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല അത്ഭുതങ്ങൾ സുവിശേഷകന്മാർ വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്നാൽ 4 സുവിശേഷകന്മാരും വിട്ടുകളയാത്ത ഒരേ ഒരാശയം, സുവിശേഷത്തിന്റെ കോർ എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15 ആ സുവിശേഷത്തിന്റെ കോർ എടുത്തു പറയുന്നത് യേശുവിന്റെ ഉയർപ്പ്. ആ യേശുവിന്റെ ഉയർപ്പ് എത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിൽ പതിപ്പിക്കാനുള്ള ശ്രമമാണ് പൗലോസ് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം കേഫാവിനും, പിന്നെ പന്തിരുവർക്കും, പിന്നെ 500-ലധികം സഹോദരന്മാർക്കും, പിന്നെ യാക്കോബിന്, ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുമ്പോൾ ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്ന വലിയ മഹത്വം നമ്മൾ തിരിച്ചറിയാതിരിക്കരുതെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അത്ഭുതങ്ങളെ പ്രസംഗിക്കുന്നവർ ഉണ്ട്. പക്ഷെ അവര് ഇന്ന് നടക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ഈ ലോകത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്, ഈ മണ്ണിനോട് അടുപ്പിക്കുന്ന പ്രസംഗങ്ങൾ. എന്നാൽ എവിടെ ക്രൂശിനെ ഉയർത്തുന്നു, എവിടെ ക്രൂശ് ഉയർത്തപ്പെടുന്നു, എവിടെ യേശുവിന്റെ ഉയർപ്പിനെ പറ്റി പ്രസംഗിക്കുന്നു, അവർക്ക് നല്ല ഉറപ്പുണ്ട്. അവരെ അടുപ്പിക്കുന്ന നിത്യതയോട് ആണ്. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ള പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ക്രൂശിന്റെ സന്ദേശം. ഈ വാത്സല്യ മാതാവിന് ആമേൻ അതിന് ദൈവം ഭാഗ്യം കൊടുത്തു. തന്റെ തലമുറകളെ അങ്ങനെ വളർത്തുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ ഹൃദയത്തിൽ ആഴത്തിൽ ഹൃദയം കൊടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ജീവിതം താൽക്കാലികമാണ്, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നാൽ ഇതിനപ്പുറത്തൊരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ എൻ്റെ വാക്ക് വിരാമം കുറിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എൻ്റെ വാത്സല്യത കൂട്ടുപകർത്തവൻ പ്രിയ ജോസ് വർഗീസ് സാറിന്റെ ദുഃഖം, തൻ്റെ മാതാവിന്റെ വേർപാട് തന്നെ എത്രമാത്രം ഉലയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കർത്താവിന്റെ ദാസനെയും തൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ എം എ തോമസ് പാസ്റ്റർ, വാത്സല്യ ആന്റി, ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബനേസർ ബൈബിൾ കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ ഗോസ്പൽ ഫോർ ഏഷ്യ ബിബ്ലിക്കൽ സെമിനാരിയിൽ ദൈവവചനം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച വാത്സല്യ സഹോദരന്മാരുടെ പേരിലും ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലും എൻ്റെ വ്യക്തിപരമായ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് ഹൃദയംഗം അറിയിച്ചുകൊണ്ട് ഞാനിത് വാക്കുന്നു വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.